നമസ്കാരം. 16ാം നിയമസഭയുടെ ആദ്യ സഭാ സമ്മേളനത്തിന് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലൂടെ തുടക്കമായിരിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ UDF എഴുതിക്കൊടുത്ത ആ നയപ്രഖ്യാപനം വള്ളിയും പുള്ളിയും തെറ്റാതെ എന്തായാലും വായിച്ചത് നന്നായി. ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിനോടുള്ള, മോദി സർക്കാരിനോടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും നയവും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനോടും മോദി സർക്കാരിനോടും BJP സർക്കാരിനോടും NDA സർക്കാരിനോടും, അതായത് സംഘപരിവാർ സർക്കാരിനോട് ഈ സർക്കാരിനുള്ളത് വിധേയത്വമാണെന്ന് കാണിക്കുന്ന ഒരു നയപ്രഖ്യാപനം തന്നെയായിരുന്നു ഇന്ന് അവിടെ ഗവർണർ വായിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിപ്പോ UDF-നും തലവേദനയായി മാറിയിരിക്കുകയാണ്. നയപ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗവർണറുടെ നയപ്രഖ്യാപനം ഒരു നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമായി മാറിയെന്നാണ്. സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ ഈ വിമർശനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായി മാറിയില്ലേ? വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പ്രതികരണം, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അദ്ദേഹം ന്യായീകരിക്കുകയായിരുന്നു, കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുകയായിരുന്നു. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രതികരണം കാണാം. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണല്ലോ VD സതീശൻ നടത്തിയിട്ടുള്ളത്. അതിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് പിണറായി വിജയനിലേക്ക്. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ ഇന്ന് നിയമസഭയിൽ നടത്തിയത്. BJP-യോടുള്ള രാഷ്ട്രീയ വിധേയത്വം കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയേണ്ടത് പറയാതിരിക്കുകയും ചോദിച്ചു വാങ്ങേണ്ടവ സംബന്ധിച്ചും മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഈ നിലപാട് വർഗീയ രാഷ്ട്രീയത്തിനു മുന്നിലെ ദാസ്യത്തിൻ്റെതാണ്. ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായവയൊക്കെ നഷ്ടപ്പെടുത്തുകയുള്ളൂ എന്ന് മുൻ മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രിക്ക് ഇതാ ഒരു താക്കീത് കൊടുക്കുകയാണ്. ഇത്രയും ദാസ്യപ്പണി ചെയ്യേണ്ടതില്ല, അങ്ങനെ ചെയ്താൽ അത് വലിയ പുലിവാലായി മാറുകയുള്ളൂ വടശ്ശേരി ദാമോദര മേനോൻ സതീശ എന്ന് പിണറായി വിജയൻ പറയുകയാണ്. ശേഷം അദ്ദേഹം എഴുതുന്നു: ധനകാര്യ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ യാതൊരു പരാമർശവുമില്ല. നോക്കണേ, UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ പേരിന് പോലും വിമർശിക്കുന്നില്ല. അതായത് വൈറ്റ് വാഷ് അടിച്ച് സുഖിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച് BBG റാംജി നിയമം കൊണ്ടുവരുന്നതിനെ പറ്റിയും അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചും ഗവർണറുടെ പ്രസംഗം നിശബ്ദമാണ്. കണ്ടോ, അവിടെയൊക്കെ ഒരു ഇരട്ടത്താപ്പൻ നിലപാട് സ്വീകരിക്കുകയാണ് UDF സർക്കാർ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ അതിനെ മറികടക്കാനുള്ള നയപരിപാടികളോ സർക്കാരിന്റെ മുൻഗണനയല്ല. ഈ വിഷയത്തിൽ മോദി സർക്കാരിന്റെ നിലപാടിനെതിരെ വിമർശനമില്ല. അതിനർത്ഥം നമ്മുടെ UDF സർക്കാർ മോദി സർക്കാരിനൊപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങളുടെ ആവർത്തനം നയപ്രഖ്യാപനത്തിൽ ഉണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ഒരു രൂപരേഖയും പ്രസംഗത്തിലില്ല. അതേസമയം സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ധവളപത്രത്തിന്റെ ഊന്നൽ എന്താണെന്ന് പ്രസംഗത്തിൽ വ്യക്തവുമാണ്. അതായത് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഐറ്റംസ് അത് നടപ്പിലാക്കും, പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്നതല്ലാതെ അത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് വാർത്തകളിൽ ഒരു ഹെഡ്ലൈൻ വരുത്തുക എന്നതായിരുന്നു UDF സർക്കാരിന്റെ ഈ നയപ്രഖ്യാപനത്തിലെ ലക്ഷ്യം എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 2 LDF സർക്കാരുകൾ നിരന്തരം നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമാണ് 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനുള്ള വിഹിതത്തിൽ വർധനവ് വരുത്തിയിട്ടുള്ളത്. ഇക്കാരണം കൊണ്ട് തന്നെ സംസ്ഥാനം നിലവിൽ മെച്ചപ്പെട്ട സാമ്പത്തിക നിലയിലാണുള്ളത്. മുൻ സർക്കാർ അധികാരമൊഴിയുമ്പോൾ 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ട് എന്നത് ഈ സർക്കാരിന്റെ തുടക്കത്തിലെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലയാണ്. സർക്കാരിന്റെ ആരംഭഘട്ടമെന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് നിശിതമായ വിമർശനത്തിന് മുതിരുന്നില്ല. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക എന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള, മാതൃകാപരമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ആണ് ഈ ക്രിയാത്മക പ്രതിപക്ഷമായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളതെന്ന് ഇത് വായിച്ചപ്പോൾ തോന്നിപ്പോവുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്ത് എന്തിനേയും ഏതിനേയും ഒക്കെ വളരെ മോശമായ രീതിയിൽ കടന്നാക്രമിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതല്ല പ്രതിപക്ഷം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എങ്ങനെയാവണം ഒരു
മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടതെന്നും മാതൃകാ മുഖ്യമന്ത്രി എന്താണെന്നും ഒക്കെ പിണറായി വിജയൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്തിനേയും ഏതിനെയും വിമർശിക്കുന്ന ആളല്ല, എന്തിനേയും ഏതിനെയും ബഹിഷ്കരിക്കുന്ന ഒരാളല്ല എന്നുകൂടി വി ഡി സതീശനെ പഠിപ്പിക്കുകയാണ്, വി ഡി സതീശനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായ സമയം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിന് നന്മ വരുന്ന അല്ലെങ്കിൽ കേരളത്തിന് ഗുണപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും, കേരളത്തിനൊപ്പം തന്നെ നിൽക്കും, സർക്കാരിനൊപ്പം നിൽക്കും. പക്ഷേ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ, ജനക്ഷേമ പദ്ധതികൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ മുടക്കിയാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇദ്ദേഹം ഈ കേന്ദ്ര സർക്കാരോടുള്ള വിധേയത്വം UDF സർക്കാരിന്റെ തുറന്നു കാട്ടി ഉടനെ തന്നെ വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട് നടത്തിയ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. ഈ പ്രതികരണത്തിലും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരു കേന്ദ്ര സർക്കാർ വിധേയത്വമല്ലേ, അങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരെ? സർക്കാരിനെ. ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി പറയുന്നത് ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്, ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണെന്നുള്ളതാണ് ഏറെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് അധികാരത്തിലേറിയ ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ നയപ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങളിതിനെ കണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു പുതുയുഗ സൃഷ്ടിക്കായിട്ടുള്ള തുടക്കമായിട്ടാണ്. മനസ്സിലായില്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? കേന്ദ്രത്തിനെ വിമർശിക്കേണ്ട ഘട്ടം, ഞങ്ങൾ കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കുന്നത് എന്തിനാ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതെല്ലാം പരിശോധിക്കട്ടെ. കിട്ടാനുള്ള പണം എത്ര? ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കിട്ടാനുള്ള പണം എത്രയാണ് അവിടെ നിന്ന്? എന്തുകൊണ്ടാണത് തരാത്തത്? ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയർ കൊണ്ടാണോ പണം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പണം തരാത്തത്? ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് എന്ന സത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? UDF MP പോലും പാർലമെന്റിൽ, ലോകസഭയിൽ അത് ഈ പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും ഉന്നയിച്ചിട്ടില്ലേ? നിങ്ങൾ പഠിച്ച ശേഷമല്ലേ അത് അവിടെ ഉന്നയിച്ചത്? അല്ലാതെ നിങ്ങൾ പഠിക്കാതെയാണോ അവിടെ ഈ വിഷയം KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ നരേന്ദ്രമോദിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്? അപ്പോ PD സതീശൻ പറയുന്നത് കള്ളമല്ലേ? സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുകയാണ് കേരളത്തെ എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അറിയാം. എന്നിട്ടും അദ്ദേഹം എന്തിനു വേണ്ടിയാകും നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും ഒന്നും കുറ്റം പറയാതെ അവരെയൊക്കെ കുറ്റം പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുഖിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു BJP വിധേയത്വം അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ വിധേയത്വം കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി ആരാണ്? അതായത് തിരഞ്ഞെടുപ്പ് മുൻ കമ്മീഷനായിട്ടുള്ള അതായത് രത്തൻ കേൽക്കർ ആണ്. ഈ മോഡൽ നമുക്ക് എവിടെയാണ് വേറെ കാണാൻ സാധിക്കുന്നത്? ബംഗാളിലാണ്. ബംഗാൾ മോഡൽ ഒരു സെറ്റപ്പ് നമ്മുടെ കേരളത്തിലും നമ്മുടെ മുഖ്യമന്ത്രി നടപ്പിലാക്കുകയാണ്. ആരെയാണ് വി ഡി സതീശൻ മാതൃകയാക്കുന്നത്? BJP സർക്കാരിനെയാണോ അല്ലെങ്കിൽ BJPയുടെ നയങ്ങളാണോ ഇദ്ദേഹം മാതൃകയാക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗവും ഈ നയപ്രഖ്യാപനവും ഒക്കെ അത് UDFന് വലിയ പുകിലായി, വലിയ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയാതെ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നുപോയി. പഴയ പ്രതിപക്ഷ നേതാവ് വല്ലതും ആയിരുന്നുവെങ്കിൽ സതീശനെ ഇപ്പോൾ ഒരു 5-6 നുണയെങ്കിലും അങ്ങ് അടിച്ച് വിടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിപ്പോയില്ല. അതുകൊണ്ടൊരു മയത്തിലൊക്കെ വേണം എന്നുള്ളതാണ്. പക്ഷെ മയത്തിലൊക്കെ ആണെങ്കിലും ഈ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിനുള്ള വിധേയത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ കണ്ടതും അമിത്ഷായെ കണ്ടതും ഒക്കെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ സത്യത്തിൽ ഈ BJP നേതാക്കൾ പോലും ഇത് കണ്ട് കൊതി തോന്നിപ്പോണല്ലോടാ ഷുട്ടുമണി എന്ന് പറഞ്ഞു കാണുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.